നമസ്കാരം, മുകേഷ് സ്പീക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കഥയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ആ സംഭവം നടന്നപ്പോഴാണ് ശരിക്കും എനിക്ക് ഒരു നടനാകണമെന്നും പ്രത്യേകിച്ച് സിനിമാ നടനാകണമെന്നുള്ള ഇത്രമാത്രം ഒരു വലിയ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ തന്നെ അറിയുന്നത്. ആ കാലഘട്ടത്തിൽ ഞാനൊക്കെ SN കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നാടകം, പ്രത്യേകിച്ച് അമച്വർ നാടകം, അതിനകത്തൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു കാലഘട്ടം. സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവരും പൊട്ടിച്ചിരിക്കും, നീ സിനിമയിൽ. പക്ഷേ ആഗ്രഹമുണ്ട്. എനിക്ക് മാത്രമല്ല, എൻ്റെ ചുറ്റിനുമുള്ള ആ കാലഘട്ടത്തിൽ കോളേജിലും ഒക്കെ പഠിക്കുന്നവരും പഠിക്കാത്തവരും എല്ലാവരും തന്നെ എങ്ങനെയെങ്കിലും സിനിമയിൽ ഒരു ചെറിയ ചാൻസെങ്കിലും കിട്ടിയാൽ കയറി പറ്റണം. കാര്യം അന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണേന്ദ്രൻ ഭയങ്കര സ്റ്റാറാവുന്നു. അങ്ങനെ ആർക്കാണോ ഡയറക്ടറിനും പ്രൊഡ്യൂസറിനും ഇഷ്ടപ്പെടുന്നത് അവരൊക്കെ വലിയ സ്റ്റാർസായി പോകുന്ന ഒരു കാലഘട്ടം. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ മനസ്സുകൊണ്ട് പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കഥയാണ്. ഒരു ദിവസം കോളേജിൽ സമരമാണ്, പുറത്തിറങ്ങി. അന്നൊരു പുതിയ മലയാള സിനിമ റിലീസുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഫ്രണ്ട്സും എല്ലാം കൂടെ ചേർന്ന് പൂൾ ചെയ്തിട്ട്, ചിലർക്ക് കുറവായിരിക്കും പൈസ, ആരെങ്കിലും പൈസയൊന്നുമില്ല, ചിലർക്ക് കൂടുതലായിരിക്കും, അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യും. എങ്ങനെ പൂൾ ചെയ്തിട്ടും ചിലരേലൊന്നും ഒന്നുമില്ല, പോകുമ്പോൾ എല്ലാവരും ഒന്നിച്ച് പോകണം. അങ്ങനെ ആ സിനിമ ഉപേക്ഷിക്കുകയാണ്. സാമ്പത്തിക പരാധീനത മൂലം നാളെ മറ്റന്നാളോ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുമ്പം എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തുണ്ട്, അജിത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ എൻ്റെ വീട്ടിലോട്ട് പോകാം, പുതിയൊരു കാസറ്റ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതും കുറച്ച് പാട്ടുമൊക്കെ കേട്ടിട്ട് ഈ ദുഃഖം നമുക്ക് മറക്കാടാ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കോളേജിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് ഒരു കിലോമീറ്റർ 1.5 കിലോമീറ്റർ ആണ്. പക്ഷേ ആ സമയത്തൊക്കെ എത്ര പ്രാവശ്യം അതുവഴി നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്, ഒരു ക്ഷീണവും ഇല്ല. അതൊക്കെ പ്രായത്തിൻ്റെ ഒരു കുതിപ്പാണ്. അപ്പോൾ ഇങ്ങനെ വന്ന് പകുതി വഴി എത്തുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ലൈൻ കെട്ടിടങ്ങളുണ്ട്. എന്നുവെച്ചാൽ ഇരിക്കാൻ ഒരു ഹാള് പോലൊരു മുറി, അതിനപ്പുറത്തൊരു മുറി, ഒരു ബെഡ്റൂം, അടുക്കള. അപ്പോൾ അന്ന് കുറച്ചൊക്കെ പൈസ ഉള്ള ആൾക്കാർ ഒരു വരുമാന മാർഗം എന്ന് പറഞ്ഞിട്ട് സ്ഥലത്ത് ലൈൻ കെട്ടിടങ്ങൾ ഇങ്ങനെ അടുപ്പിച്ച്, ഇപ്പോഴും കാണാനേ ഇല്ല, അടുപ്പിച്ച് ഇങ്ങനെ കെട്ടിയിട്ടിട്ട് വാടകയ്ക്ക് കൊടുക്കും. എല്ലാ വീട്ടിലും, ചെറിയ വീടാണെങ്കിലും എല്ലാ സ്ഥലത്തും ഫുള്ളാണ്. ഒരാൾ മാറിപ്പോകാനായിട്ട് കാത്തിരിക്കും. കാര്യം ചെറിയ വാടകയേ ഉള്ളൂ, എങ്കിലും ഒരു വീടല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് ലൈൻ കെട്ടിടങ്ങളുണ്ട്. ഇപ്പോൾ അവിടെയൊക്കെ വലിയ പിന്നെ ബംഗ്ലാവുകളാണ്. ഞങ്ങൾ ഇങ്ങനെ നടന്നിങ്ങനെ വരുന്നു. ആ ലൈൻ കെട്ടിടത്തിൽ ഒരു കെട്ടിടത്തിൽ ഒരു വീട്ടിൽ, ചെറിയ വീട്ടിൽ താമസിക്കുന്നത് ഒരു കലാകാരനാണ്, അമ്പലപ്പുഴ സണ്ണി. അദ്ദേഹം സംഗീത സംവിധാനം ചെയ്യും, പാട്ട് പാടും, ബാലേക്ക് പാടും, നാടകത്തിന് സംഗീത സംവിധാനം ചെയ്യും, ചില ട്രൂപ്പുകളിലൊക്കെ പോയി പാടുകയും ചെയ്യും. നല്ല തുറന്ന ശബ്ദമാണ്. അഭിനയിക്കാനും താല്പര്യമുണ്ട്, പക്ഷേ അത് പുറത്ത് പറഞ്ഞിട്ടില്ല. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അഭിനേതാവാണ്. അപ്പോൾ ഇവർ വളരെ ചെറിയ ഒരു സെറ്റപ്പിൽ നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ ആ വളവ് തിരിഞ്ഞിങ്ങനെ വന്നപ്പോൾ തന്നെ സണ്ണിച്ചായൻ്റെ പാട്ടിങ്ങനെ കേൾക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, സണ്ണിച്ചായൻ ഹാർമോണിയം വെച്ച് കാച്ചുന്നുണ്ടല്ലോ, നമുക്ക് വീട് വരെ പോകാതെ ലൈവ് ഷോ കാണാനുള്ള ഒരു ഭാഗ്യമാണ്. അങ്ങനെ ഞാനും അയ്യത്തും കൂടെ നേരെ ചെല്ലുന്നു. അദ്ദേഹം ഹാർമോണിയം വെച്ചിട്ട്, ഒരു ദിനമെങ്കിലും എൻ്റെ വികായസിൽ. അപ്പോൾ പെട്ടെന്ന് അനന്തതയിലേക്ക് ഒരു മുഷിഞ്ഞ ജുബയും ഒരു പൈജാമ പോലുള്ള ഒരു ഡ്രസ്സ് ഇട്ട് ഒരാൾ താടിയും തടവി ജനലിൻ്റെ അവിടെ നിന്ന് അനന്തതയിലേക്ക് നോക്കി നിൽക്കുന്നു. ഈ വികായസിൽ ഒന്ന് സുഖിപ്പിച്ച് പാടിയപ്പോൾ അദ്ദേഹം അവിടെ നിന്നുണ്ട്, സബാഷ് എന്ന് പറഞ്ഞു. ഫസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഇൻട്രഡക്ഷനാണ്. അപ്പം ഞാൻ ആരോ ഉണ്ട് പാടുന്നതിൻ്റെ ഇടയിൽ ഞാൻ സണ്ണിച്ചായൻ്റെ അടുത്ത് ചോദിച്ചു, ആരാ? സണ്ണിച്ചായൻ്റെ എക്സ്പ്രഷൻ, അറിഞ്ഞൂടെ
അതായത് ഏതോ വലിയ ആളാണ്, അറിഞ്ഞൂടെ എന്നാണ് ചോദിക്കുന്നത്. വീണ്ടും ഞാൻ നോക്കുന്നു, ഞാൻ കണ്ടിട്ടില്ല, ഇതാരാണ് എന്ന് പറയുന്ന ഒരു ഭയങ്കര ഡൗട്ടുണ്ട്. ഇപ്പോൾ ആയത്തിന് തീരെ അറിഞ്ഞൂടാ. അപ്പോൾ ആയത്ത് പറഞ്ഞ് സണ്ണിച്ചായൻ പറഞ്ഞ സ്ഥിതിക്ക് വലിയ ആളായിരിക്കും. അപ്പോൾ വീണ്ടും ഈ സഭാഷെന്ന് കേട്ടോടുകൂടി സണ്ണിച്ചായൻ വീണ്ടും ഇളകി. അതിനകത്തിട്ട് 4 പിടുത്തം പിടിച്ചിട്ട് വീണ്ടും ഒരു ദിനമെങ്കിലും വിസ്തരിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വെച്ചിട്ട് സണ്ണിച്ചായൻ്റെ പാട്ട് നിൽക്കുന്നു. അദ്ദേഹം തിരിയുന്നു. ഒരു ബീഡിയുണ്ട്, ബുൾഗാൻ താടിയാണ്, ക്ഷീണിതനാണ്, മുടിയൊന്നും കോതിയിട്ടില്ല, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരാൾ, നിങ്ങളെയൊന്നും നോക്കുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, ആരാ? ഇദ്ദേഹം ഭയങ്കര പാട്ട് എഴുത്തുകാരനല്ലയോ, ഇദ്ദേഹം സിനിമയിൽ എഴുതിയിട്ടുണ്ട്, നാടകത്തിൽ എഴുതിയിട്ടുണ്ട്, എത്ര കവിതകൾ എഴുതിയിട്ടുണ്ട്, പേരെന്താ? ഞാൻ പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു TV ബാലകൃഷ്ണൻ. അറിഞ്ഞൂടെ? ഇദ്ദേഹത്തിൻ്റെ പേര് ഇതല്ല, മാറ്റി പറയുകയാണ്. TV ബാലകൃഷ്ണനെ തിരക്കി പോകണ്ട, TV ബാലകൃഷ്ണൻ. ഞാൻ പറഞ്ഞു, അദ്ദേഹമാണോ? അദ്ദേഹത്തിൻ്റെ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരി. അപ്പോൾ ഞാൻ പറഞ്ഞു, നമസ്കാരം സാർ. ആ കാലഘട്ടത്തിൽ സിനിമയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരാൾ, ചെറുതായാലും വലുതായാലും, അഭിനേതാവാണെങ്കിലും ഈ സംഘസംവിധായകനാണെങ്കിലും ആരാണെങ്കിലും ശരി, സിനിമയുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധകരാണ്. കാര്യം എല്ലാവരും അന്ന് ചെന്നൈയിലാണ്, മദ്രാസിലാണ്, ആരെയും കാണാൻ കിട്ടത്തില്ല. പറവൂർ ഭരതൻ ചേട്ടൻ, അന്ന് സഹനടനായിരുന്ന അദ്ദേഹം കൊല്ലം ബീച്ചിൽ ഒരു പ്രാവശ്യം എന്തോ ഒരു ആവശ്യത്തിന് കൊല്ലത്ത് വന്നപ്പോൾ ആരോ ഫ്രണ്ട്സ് ബീച്ചിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ആൾക്കാരിലൂടെ തള്ളി കയറിയിട്ട് ഭരതേട്ടൻ പറഞ്ഞ്, ശല്യപ്പെടുത്തരുത്, നിങ്ങൾ നായകന്മാരുടെ അടുത്തൊക്കെ പോയി ചോദിക്കണം, ഞാനൊരു പാവപ്പെട്ട ഒരാളല്ലേ, എൻ്റെ അടുത്ത് ഇങ്ങനെ തള്ളുന്നെന്നൊക്കെ പറഞ്ഞു തള്ളി ഇങ്ങോട്ട് വന്നപ്പോൾ ഇയാൾ തിരിച്ചൊരു തള്ളും തള്ളി ഒരു അടിയും കൊടുത്തു. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നു അടി കൊടുത്ത സ്ഥിതിക്ക് ഇപ്പോൾ ഇവിടെ വലിയ ആ അടി ഏറ്റവും വലിയൊരു അവാർഡായിട്ടാണ് ആ അടി കൊണ്ട ആൾക്ക് തോന്നിയത്. അയാൾ പറഞ്ഞു, എൻ്റെ ഒരു ഭാഗ്യം പറവൂർ ഭരതൻ ചേട്ടൻ്റെ നിന്ന് അടി വാങ്ങാൻ എത്രയോ പേരുണ്ട്, അതിൻ്റെ ഭാഗ്യം എനിക്കല്ലേ കിട്ടിയുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടം. അദ്ദേഹത്തിൻ്റെ തലമുറകൾ ഇത് അറിഞ്ഞൂടെ? പണ്ട് പറവൂർ ഭരതൻ ചേട്ടൻ ബീച്ചിൽ വന്നപ്പോഴത്തേക്ക് അടിച്ചില്ലേ, അയാളുടെ മകൻ്റെ മകനാ. അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് പോലും ആ സിനിമയുടെ ഒരു ആരാധന വിട്ടുമാറുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, യോ സാർ ഞാൻ അറിഞ്ഞില്ല. അപ്പം സണ്ണിച്ചായൻ മാധവൻ്റെ മകനാണ്, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടും. കേട്ട ഭാവമില്ല. ഒന്ന് ഞാൻ ചോദിച്ചു, എന്താ? ഒന്ന് പറഞ്ഞു, പരിചയപ്പെടുത്താം, വേറെ മൂഡിലാണ്, കലാകാരനല്ലേ, സാഹിത്യകാരനല്ലേ, ചിന്തയാ. കലാകാരൻ പോക്കറ്റിൽ നിന്ന് ഒരു പൈൻറ്റ് കുപ്പി റമ്മെടുക്കുന്നു, അതിനകത്ത് പകുതിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ചു, ഇപ്പം ഗ്ലാസ്സൊക്കെ എടുത്ത് ഒഴിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ചിയേഴ്സ് പറഞ്ഞ് വായിലോട്ട് വെച്ചൊരു ഒറ്റ മോന്ത്, വെള്ളവും ഇല്ല, സോഡയും ഇല്ല, ഒന്നുമില്ല, ഫുൾ ഇതിട്ട് എന്ന് പറഞ്ഞിട്ട് കുപ്പി അങ്ങോട്ടിട്ട്. അപ്പോൾ അതൊരു പുതുമയുള്ള കാഴ്ചയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, സാധനം തീർന്നു. അപ്പം തിരിഞ്ഞ് TV ബാലകൃഷ്ണൻ ചേട്ടൻ, സണ്ണി എന്തെങ്കിലും ഇരിപ്പുണ്ടോ? ഇല്ല, തീർന്നു. കലാകാരന് രോഷമായി. അപ്പം സണ്ണിച്ചാൻ, ഒരു പൈൻറ്റ് മേടിച്ചോണ്ട് വാ. അവർക്ക് എൻ്റെ കയ്യിൽ എവിടുത്തെ പൈസ? പോയി മേടിച്ചോണ്ട് വാ. വലിയ ആള്, സിനിമയിലെ ആള്, നീ എന്തായി പറയുന്നത്? ചെല്ലി, ഞാൻ പിടിച്ചു നിർത്താം. ഞാനും അയത്തും പുറത്തിറങ്ങി. ഞാൻ പറഞ്ഞത്, എങ്ങനെയാടാ പൈസ? എവിടുന്ന പൈസ? അപ്പോൾ എന്തായാലും വീട്ടിൽ ചെല്ലാം. അങ്ങനെ വീട്ടിൽ ചെന്ന് അമ്മൂമ്മയുടെ വളച്ച് വലിയ പെട്ടെന്ന് ഫീസ് അടയ്ക്കണമെന്ന് പറഞ്ഞ്, പരീക്ഷാ ഫീസ് ഇല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ ഒക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് ആ പാവപ്പെട്ട അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന്, ഈ സിനിമയുടെ ക്രൈസാണ്, ഒരു ചെറിയ എമൗണ്ട് മേടിച്ച് അവിടെ സ്കൂട്ടറിൽ കൊണ്ട്, ഈ പെട്രോളൊന്നും അടിക്കാനുള്ള വകുപ്പില്ലാത്തത് കൊണ്ട് മാറ്റി വെച്ചിരിക്കുക, നടന്നാ പോകുന്നു. സ്കൂട്ടർ എടുത്ത് നേരെ അവിടെ പോയി ഒരു പൈൻറ്റ് മേടിച്ച് നേരെ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പം ബാലകൃഷ്ണ ചേട്ടൻ വീണ്ടും അനന്തതയിലേക്ക് നോക്കിയിരിക്കുകയാണ്. സണ്ണിച്ചായൻ പിള്ളേര് സാധനം കൊണ്ടുവന്നു. ഇവിടെ നമ്മളെ നോക്കിയിട്ടില്ല,
ഒറ്റടി. ഞാനും അജിത്തും തമ്മി നോക്കുകയാണ്. എന്തൊരു കപ്പാസിറ്റി എന്ന് വെച്ച് ആദ്യമായിട്ട് ഇതിൻ്റെ സ്പോൺസർ, ഈ മദ്യത്തിൻ്റെ സ്പോൺസറെ ഒന്ന് നോക്കി. എന്നെ നോക്കി, അജിത്തിനെ നോക്കി. അജിത്തിൻ്റെ അടുത്ത് അത്ര കണ്ണ് നിന്നില്ല, എന്നെ തന്നെ നോക്കിയിട്ട് പല ആംഗിളിൽ നിന്നും നോക്കി. അങ്ങോട്ട് പോയി പെട്ടെന്ന് നോക്കുന്നു, ജനലിൻ്റെ അടുത്ത് വന്നിട്ട് തിരിഞ്ഞ് നോക്കുന്നു. അപ്പോൾ അജിത്ത് എൻ്റെ അടുത്ത്, ഡേ നിന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കേട്ടോ, ഇനി വേറെ വല്ല ഉദ്ദേശമുണ്ടോ? ഞാൻ പറഞ്ഞു ഒറ്റ അടിയാൻ വെച്ച് തരും. പിന്നെന്താണ് നിന്നെ ഇങ്ങനെ ഇത്രയും നോക്കാൻ? ഞാൻ പറഞ്ഞു ചിലപ്പോൾ എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടു കാണും, എൻ്റെ മിമിക്രി കേട്ട് കാണും, അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കുന്ന ഏകാംഗ നാടകത്തിന് എങ്ങനെ കണ്ടു കാണും. എവിടെ ഞാൻ പോലും കണ്ടിട്ടില്ല, പിന്നല്ലേ അങ്ങേര് കാണുന്നു. അദ്ദേഹം തിരിഞ്ഞിട്ട്, വർഗീസ്. ഞാൻ പറഞ്ഞു വർഗീസല്ല, ഞാൻ മുകേഷാണ്. നീ വർഗീസ്. ഒന്ന് സണ്ണിച്ചായൻ പറഞ്ഞു, ടി വിക്ക് തെറ്റി, ഇത് എൻ്റെ ഫ്രണ്ടാണ്, ഓമാധവൻ്റെ മകനാണ്, പേര് മുകേഷ്, ഇവിടെ എസ് എൻ കോളേജിൽ പഠിക്കുകയാണ്. പിന്നെ അതൊന്നുമല്ല, ഇവനാണ് വർഗീസ്. ഞാനും അജിത്തും തമ്മിൽ നോക്കിയിട്ട് എന്താ പറയുന്നത് പറഞ്ഞത്, ഇവനാണ് നക്സൽ വർഗീസ്, എൻ്റെ അടുത്ത കഥയിലെ, എൻ്റെ അടുത്ത സിനിമയിലെ നായകൻ വർഗീസ്. ഞാൻ എവിടേക്കെയോ അന്വേഷിച്ച് നടക്കാനൊരു സ്ഥലമില്ല, ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. കുപ്പിയെടുത്തു. എൻ്റെ വർഗീസ്, നിന്നെ വിടില്ല ഞാൻ, നിന്നെ ഇനി എങ്ങും പോകാൻ ഞാൻ അനുവദിക്കില്ല. അപ്പം അജിത്ത് ഇഷ്ടപ്പെട്ടില്ല. അജിത്ത് പെട്ടെന്ന് എന്നിട്ട് എൻ്റെ ചെവിയിൽ വെള്ളവാ. ഞാൻ പറയപ്പെടാ വെള്ളമൊന്നുമല്ല. ഞാൻ പറഞ്ഞു സാർ എന്താ പറയുന്നെന്ന്. വർഗീസേ, അടുത്ത മാസം കറക്റ്റ് ഡേറ്റ് ഞാൻ പറയാം, 30 ദിവസം മാറ്റി വെച്ചേരെ, പറ്റുമോ? ഞാൻ പറഞ്ഞു 40 ദിവസം മാറ്റി വെക്കാം. നമ്മൾ വനത്തിലേക്ക് കിടക്കുകയാണ്. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിക്കടുത്ത്, അവിടെ നിന്ന് നമ്മൾ വനത്തിലേക്ക് കയറുകയാണ്. തിരുനെല്ലി വനം. വർഗീസിൻ്റെ കാലടികൾ പതിഞ്ഞ ഹൃദയസ്പന്ദനങ്ങളുള്ള തിരുനെല്ലിക്കാടുകൾ. എൻ്റെ വർഗീസ്, നീ അനശ്വരമാക്കണം. വർഗീസ് എന്ന് പറഞ്ഞാൽ നിന്നിലൂടെയാണ്. ഞാൻ പറഞ്ഞു സാർ നീ വർഗീസ്, ഇന്ന് മുതൽ വർഗീസ്. ഞാൻ പറഞ്ഞു ഓ ശരി, ബാക്കി കൂടെ പിടിച്ചിട്ട് പറഞ്ഞു. അടുത്ത മാസം 30 ദിവസം മാറ്റി വെച്ചേരെ. ശരി. ടി വി പോയി. ഞാൻ സണ്ണിച്ചാൻ്റെ അടുത്ത് വയ്ക്കുന്നു. പുള്ളി എങ്ങോട്ടാണ് പോയത്? പുള്ളി ഇവിടെ മുഖത്തല എന്ന് പറയുന്ന സ്ഥലത്ത് പുള്ളി താമസിക്കുന്നുണ്ട്, വാടകയ്ക്ക് താമസിക്കുകയാണ് ഫാമിലിയായിട്ട്. പിന്നെ സണ്ണിച്ചാൻ കെട്ടിപ്പിടിച്ചിട്ട് കോളടിച്ചല്ലോടാ, വർഗീസ് ആരാന്നാ വിചാരം? ഞാൻ പറഞ്ഞു. തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് അജിത്തിന് ഒട്ടും വിശ്വസിക്കാൻ താല്പര്യമില്ല. ഇതൊക്കെ വെറുതെ വെള്ളത്തിൻ്റെ പുറത്താന്ന് അങ്ങനെ അവനങ്ങ് തീരുമാനിച്ചു വെച്ചിരിക്കുക. പക്ഷേ ഞാനതല്ല. എൻ്റെ മനസ്സിൽ കിടന്ന ആ ഒരു വലിയ ആഗ്രഹം ഇങ്ങനെ പുറത്തോട്ട് ചാടുകയാണ്. നേരെ വീടിൻ്റെ അവിടം വരെ പോകുന്നവരെ സ്കൂട്ടറിലിരുന്ന് ഒരു സൗണ്ടും ഇല്ല, ഒരു അനക്കവും ഇല്ല. അവിടെ ചെന്ന് കുഞ്ഞമ്മ മാത്രമേ ഉള്ളൂ. കുഞ്ഞമ്മയുടെ ഞാൻ പറഞ്ഞു, നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആണോ നിന്നെ സിനിമയിലോ? ഓ സിനിമയിലെടുത്ത്. ഒന്ന് ഒട്ടും ശ്രദ്ധിക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ് അയത്ത്. അപ്പം ഞാൻ പറഞ്ഞ് 30 ദിവസമാണ്, വർഗീസിൻ്റെ റോളാണ്, തിരുനെല്ലിക്കാടിൽ വെച്ചിട്ടാണ് പ്രധാന ഷൂട്ടിങ്. അമ്മമ്മ കാട്ടിലൊന്നും നീ പോണ്ട, കാട്ടിലൊന്നും പോകത്തില്ല, നിൻ്റെ അച്ഛനും അമ്മയും സമ്മതിക്കത്തില്ല, കാട്ടിലൊന്നും പോണ്ട. സാട്ടാക്കൊട്ടാൻ എഴുന്നേറ്റ് അയത്ത്. എടാ വീട്ടിൽ വന്ന് ആദ്യം പറഞ്ഞ കുഞ്ഞമ്മ തന്നെ സമ്മതിക്കുന്നില്ല. നീ ചുമ്മാ തലേ കയറ്റി വെക്കരുതേ, അയാൾ വെറുതെ കുഞ്ഞമ്മ വെള്ളത്തിൻ്റെ പുറത്ത് പറഞ്ഞത്. ശരി, ആ സംഭാഷണം അവിടെ വെച്ച് അവസാനിക്കുന്നു. പക്ഷെ ഞാൻ വിട്ടില്ല. പിറ്റേ ദിവസം നേരെ കോളേജിൽ ചെല്ലുന്നു. എന്തെല്ലാം സ്വപ്നങ്ങൾ. സിനിമയിൽ പോകുന്നു, അവിടുന്ന് കോളേജുകാർ എന്നെ സ്വീകരിക്കുന്നു, എൻ്റെ സാറുമാരെന്നെ അനുമോദിക്കുന്നു. എൻ്റെ റിലീസിന് എല്ലാവരും ഒന്നിച്ച് വർഗീസിൻ്റെ കഥ കാണാൻ പോകുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പം പ്രീമിയർ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. ഞാൻ പല സന്ദർഭങ്ങളിലും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അവിടെയാണ് ഞങ്ങളുടെ സംഘം. പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും എല്ലാവരും ഒരു മുറിക്കകത്ത് ഇങ്ങനെ കൂടും. ഞാൻ ചെന്നപ്പം അജിത്ത് അവിടെ നിൽപ്പുണ്ട്,
കുറച്ചൊരു മ്ലാനതയുണ്ട് അവിടെ. വലിയ ചിരിയും ബഹളമൊന്നുമില്ല, എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും ചാടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിക്കും. എന്നാൽ ഞാനവിടെ ചെന്നിട്ട് എല്ലാവരും ഉണ്ടല്ലോ ഇത് അപ്പോൾ ഫാത്തിമ കോളേജിലുള്ളവർ കാണും, SN കോളേജിലുള്ളവർ കാണും, ആ പ്രദേശത്ത് ചുറ്റിപ്പറ്റി നിൽക്കുന്ന വേറെ ആൾക്കാർ കാണും. ആരും ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആയിത്തിൻ്റെ അടുത്ത് പറഞ്ഞു, നീ പറഞ്ഞില്ലേ? ആയിത്ത് പറഞ്ഞ് എന്തോന്ന് പറഞ്ഞില്ലേ? നീ പറഞ്ഞില്ലേ എന്തോന്ന്? TV ബാലകൃഷ്ണൻ എന്നെ വർഗീസിൻ്റെ കഥയിൽ ഇന്നലെ. നീ അതിപ്പോഴും തലയെ കയറ്റി വെച്ചിരിക്കുകയാണ്. ഞാനതെപ്പോഴേ മറന്ന്. നീ വെറുതെ നിരാശനാകരുത് കേട്ടോ. ഞാനിത് പിന്നെ പറയാത്തന്നെ പറഞ്ഞാൽ എന്തെങ്കിലും സംഭവം എന്ന് പറഞ്ഞാൽ പിന്നെ നീ 3-4 ദിവസത്തേക്ക് ദുഃഖിതനായിട്ട് നിൽക്കേണ്ടെന്ന് അത് കാണാനുള്ള ഒരു താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നീ പറ. അതെ, ഇന്നലെ ഇങ്ങനെയൊക്കെ ഒരു സംഭവം നടന്നു. TV ബാലകൃഷ്ണൻ കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അദ്ദേഹത്തെ നല്ല ബൂസ്റ്റ് ചെയ്തിട്ട് 30 ദിവസം ഇങ്ങനെ ചോദിച്ചിരിക്കുകയാണ്. ആർക്കും ഒരു അനക്കവും ഇല്ല, ഒരു മ്ലാനത. ഈ മ്ലാനവദന്മാരുടെ ഇടയിൽ ഒരു മ്ലാനമതൻ എഴുന്നേറ്റിട്ട് എന്നോട് പറഞ്ഞു, എന്താ വെച്ച് കളിക്കുന്നതെന്ന് നിനക്കറിയാവോ? ഞാൻ ചോദിച്ചു, എന്താണ്? എടാ, വർഗീസിനെ നിനക്കറിയാവോ? ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഹൃദയത്തിലെ തീയാണ്, അഗ്നിയാണ് വർഗീസ്. ആ വർഗീസിനെ നീ അഭിനയിക്കാന് എന്താണ് ഈ നാട് അടങ്ങിയിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നീ പോടാ എൻ്റെ പാട്ടിന്. നീ വർഗീസ് ഒന്നുമല്ലെന്ന്. വർഗീസിൻ്റെ 7 അയലത്ത് നിനക്കറിയാവോ? ഈ നാടിനെ വിറപ്പിച്ച, ഈ സാധാരണക്കാരന് വേണ്ടി, പാവപ്പെട്ടവന് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെട്ടവന് വേണ്ടി ശബ്ദമുയർത്തിയ, പോലീസിൻ്റെ അതിക്രൂരമായ മർദ്ദനത്തിനെതിരെയായി മരിച്ചു വീണ വർഗീസ് എവിടെ കിടക്കുന്നു? തക്കാളി കവളുമായിട്ട് നടക്കുന്ന നീ എവിടെ കിടക്കുന്നു? ഞാൻ പറഞ്ഞു, ഇടയ്ക്ക് ഒരു സിനിമ അഭിനയിക്കാൻ കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നീയല്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. രാവിലെ തന്നെ അയത്ത് വന്ന് ഇവിടെ മുഴുക്ക ഇത് പറഞ്ഞിരിക്കുകയാണ് എല്ലാവരും. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഇനി എന്താ ചെയ്യണം? പിന്മാറാനോ? എന്തിന്? വർഗീസ് നീ അല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ഞാൻ ഇറങ്ങി വന്നു. ഞാൻ പറയത്തെ, നീ വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, നീ വന്നേ. എന്താ? ഇവന്മാരെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള രഹസ്യം ഞാൻ നോക്കിയിട്ട് വന്ന് പറയണ്ടേ, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഞാൻ പറഞ്ഞു, എന്തിന് പെടുന്നു? എടാ, ഇവന്മാരും അവരുമായിട്ട് എന്താ ബന്ധം? നിനക്കറിഞ്ഞൂടാ, വർഗീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ ഹൃദയത്തിൽ ഒരു നൊമ്പരമാടാ. ഞാനത് അറിഞ്ഞിട്ട് വരാം. ഞാൻ കോളേജിൽ പോയി ഉച്ചയ്ക്ക് ഊണ് ടൈം ആയപ്പോഴത്തേക്ക് വന്നപ്പോഴും അതിമ്ലാനവദന്മാരായി. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നു. അപ്പോൾ ആയത്ത് വന്നിട്ട് പറഞ്ഞു, നീ അത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു, നീ പറഞ്ഞതാണ് കുഴപ്പം. എന്ത്? ഇപ്പോൾ അവന്മാർ പ്ലാൻ ചെയ്തിരിക്കുന്നത് പോസ്റ്റർ ഒട്ടിക്കുമെന്ന്. അങ്ങ് വയനാട് മുതൽ കാസർഗോഡ് മുതൽ പാറശാല വരെ ഞങ്ങളെ വർഗീസിനെ രക്ഷിക്കൂ, ഞങ്ങളുടെ വർഗീസിനെ വെറുതെ വിടൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റർ ഒട്ടിക്കുന്നു. ഞാൻ പറഞ്ഞു, പോസ്റ്റർ ഒട്ടിക്കുന്നത് എന്തിന്? ഇതല്ലേ ഞാൻ പറഞ്ഞു, നീ ഇത് വെറുതെ കൊണ്ട് ഞാൻ തകർന്നു. നേരെ ഉള്ള പൈസയൊക്കെ വെച്ചിട്ട് ഇച്ചിരി പെട്രോൾ അടിച്ച് നേരെ മുഖത്തലയ്ക്ക് വിട്ടു. മുഖത്തല ചെന്ന് ഈ TV ബാലകൃഷ്ണൻ എന്തോ ആ വീടാ, അങ്ങനെ ഈ സിമെൻ്റൊന്നും പൂശാത്ത ഒരു വീട്ടിൽ മുമ്പിൽ ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീ നിൽക്കുന്നു. പക്ഷെ നല്ല മുഖത്തൊക്കെ ഒരുപാട് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു നൈറ്റിയൊക്കെ ഇട്ടുണ്ട്. എന്നിട്ട് തുണി അലക്കി ഇടുകയാണ്. അപ്പം ഞാൻ TV ബാലകൃഷ്ണൻ. അപ്പോൾ ആ സ്ത്രീ എൻ്റെ അടുത്ത്, കണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞല്ല, ഇവിടെ ഈ വീട് തന്നെ ഇവിടെയൊക്കെ വന്നെന്ന് അറിഞ്ഞു, ഇവിടെ ഇതിലായിട്ട് എത്തിയിട്ടില്ല. ഓ, ആ ജംഗ്ഷനിൽ നോക്ക്. ഞാൻ പറഞ്ഞു, ശരി. ജംഗ്ഷനിലോട്ട് ചെല്ലുന്നു. വിളിച്ച് പറയുന്നു ഈ സ്ത്രീ, കാണുവാണെങ്കിൽ വീട്ടിലോട്ടൊന്ന് വരണമെന്ന് പറയണേ, അത്യാവശ്യമാണ്, ഇവിടെ ഒരു സാധനമില്ല. ഞാൻ പറഞ്ഞു, ഓ. അവിടെയൊക്കെ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഒരു പലചരക്കറിയുടെ ബാക്കിൽ ഒരു കസേരയിൽ ഇങ്ങനെ ഇരുന്ന് ബീഡി വലിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെന്നു. എന്നെ കണ്ടിട്ട് അറിയുന്നില്ല. ഞാൻ പറഞ്ഞു, നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്താ? ഞാൻ പറഞ്ഞു, ഞാൻ വർഗീസ്. പറ വർഗീസ്, എന്ത് വേണം? വർഗീസ് എന്താണ് വേണ്ടത്? അല്ല, അമ്പലപ്പുഴ സണ്ണിയാ. നീ ആരാ? ഞാൻ പറഞ്ഞു, ഞാൻ മുകേഷ്. നിനക്ക് എന്താ വേണ്ടത്? നീ ആദ്യം പറഞ്ഞു നീ വർഗീസ് എന്നാണ് നിൻ്റെ പേര്, പിന്നെ സണ്ണി എന്ന് പറയുന്നു, ഇപ്പോൾ പറയുന്നു മുകേഷ്. നീ ആരാ? ആദ്യം നീ ആരാന്ന് തീരുമാനിക്കുക.
ദേഷ്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു, അല്ല, അമ്പലപ്പുഴ സണ്ണിയുടെ വീട്ടിൽ വെച്ച് ഇന്നലെ കണ്ട് എന്നെ വർഗീസിൻ്റെ കഥയാണ് ഞാൻ അഭിനയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുപ്പി ഇങ്ങനെ കിടപ്പുണ്ട് അവിടെ, ഒഴിഞ്ഞ കുപ്പി, സാധനമില്ലൊരുപ്പുണ്ടോ സ്കൂട്ടറിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, സാധനമൊന്നുമില്ല, പോയി മേടിച്ചോണ്ട് പോവാ. വർഗീസ് പോലും പുറത്തിറങ്ങിയിട്ട് ഒരു പൈസ ഇല്ല. അങ്ങനെ നുള്ളിപ്പറക്കിയൊക്കെ ഇട്ടപ്പോൾ ആരോ പറഞ്ഞ് അവിടെ ഒരു അന്നൊക്കെ ഈ വാറ്റുകാര ഇത്ര വലിയ ഒരു ബന്ധവസലൊന്നുമില്ല. ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇല്ല, നമ്മൾ പറഞ്ഞെന്ന് പറയരുത്, അവിടെ കിട്ടും. ഈ റമ്മിൻ്റെയൊക്കെ പകുതി വിലയുള്ളൂ. അവിടെ ചെന്ന് ഒരു കുപ്പി മേടിച്ച് പോക്കറ്റിലിട്ട് കൊണ്ടുവന്നു. ഇത് വാറ്റേ കിട്ടിയുള്ളൂ. വാറ്റ് ഇവിടെ കിട്ടുമോ? ഞാൻ പറഞ്ഞ്, ഇവിടെ ഉണ്ട്. ആ, അത് എവിടെ? അത് കൊള്ളാമല്ലോ പറഞ്ഞിട്ട് ഒറ്റയടി. വർഗീസ്, ഞാൻ പറഞ്ഞേ, എൻ്റെ വർഗീസ്, നീ എൻ്റെ വർഗീസാടാ, നമ്മൾ കലക്കും. ഞാൻ പറഞ്ഞു, ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇതിങ്ങനെ നമ്മൾ കുറച്ച് എസ് എൻ കോളേജ് ജംഗ്ഷനിൽ കുറച്ച് ആൾക്കാരൊക്കെ ഇതിനെ എതിർക്കുന്നുണ്ട്. എതിർക്കണം. ഞാൻ പറഞ്ഞു, അതല്ല, ഇതൊരു പോസ്റ്റർ ഒട്ടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പോസ്റ്റർ ഒട്ടിക്കണം, നമ്മളുടെ ചിലവിലില്ലാതെ. നമ്മുടെ സിനിമയ്ക്ക് പ്രീ പബ്ലിസിറ്റി എന്ന് പറയും, കേരളം മുഴുക്കി ഒട്ടിക്കാൻ പറയണം, പ്രോത്സാഹിപ്പിക്കണം. ഞാൻ പറഞ്ഞു, അതല്ല, ഈ പടം നടക്കാൻ അത് നീ പടി, അത് ഞാനല്ലയോ. അല്ല, എന്നാലും ചേട്ടനെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുകയാണ്. ചേട്ടൻ നീ ചുമ്മാരിയടേ, എന്താ? ഞാൻ പറഞ്ഞു, അവർ വളരെ ശക്തമാണ്, അവർ എല്ലാവരും കൂടെ പിരിവിടുന്നുണ്ട്, പോസ്റ്റർ അടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നീ അവരല്ല, എൻ്റെ അപ്പുറത്ത് വന്നാലും നീ അവരെ പ്രോത്സാഹിപ്പിക്കണം, ഒരു ചുക്കും സംഭവിക്കില്ല, ധൈര്യമായിട്ട് പോകും. ഭയങ്കര സംഭവമായി. അപ്പോൾ എനിക്ക് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് മതന്മാരെല്ലാവരും ഉണ്ട്. എന്നെ കണ്ടില്ലല്ലോ, എവിടെ ആയിരുന്നു? ഞാൻ പറഞ്ഞു, ഞാൻ മുഖത്തല വരെ ഒന്ന് പോയിരുന്നു, നയത്ത്. എന്നിട്ട് നീ എന്നെ വിളിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞു, നിന്നെ പിന്നെ ഇങ്ങോട്ട് വരണ്ടേ? ഞാൻ അവിടെ നിന്ന് പോയി. ഒരു സന്തോഷ വർത്തമാനം എല്ലാവരുമായിട്ടും പങ്കുവെക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു. എന്താ? എനിക്ക് 101 രൂപ അഡ്വാൻസ് തന്നു ബാലകൃഷ്ണൻ സാർ. അഡ്വാൻസ് മേടിച്ചു? ആരടുത്ത് ചോദിച്ചോട്ടെ? ഞാൻ പറഞ്ഞു, നിൻ്റെ അടുത്ത് ചോദിക്കും, നിങ്ങളതൊക്കെ ചോദിക്കേണ്ട ആവശ്യം എന്തോ? വർഗീസിന്. ഞാൻ പറഞ്ഞു, വർഗീസിൻ്റെ അത് തന്നെ അടുത്ത മാസം തുടങ്ങുകയാണ്. 101 രൂപ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ അഡ്വാൻസ് തരുന്നത്. ഒന്നാജിത്ത്, എന്നാൽ പിന്നെ അതെട്, നമുക്കത് കളിച്ച് പൊളിക്കാം. ഞാൻ പറയാം, ഒന്നുമില്ല, എൻ്റെ അച്ഛൻ്റെ കൈ കൊണ്ട് കൊടുത്ത് അച്ഛൻ കണ്ണ് നിറഞ്ഞ് എന്നെ അനുഗ്രഹിച്ച് നന്നായി വരുവടാന്ന് പറഞ്ഞ്. അപ്പം അതിക്രൂരമ്ലാനപദന്മാരായി മാറി, ക്രൂരതയും കൂടെ മുഖത്ത് വന്നു. കാര്യം അഡ്വാൻസ് വാങ്ങിച്ചു. ഒന്നേ ഇവർ പറഞ്ഞ്, അതെ, നിൻ്റെ അടുത്ത് ഇന്നലെ പറഞ്ഞല്ലേ നീ പിന്മാറണമെന്ന്. അപ്പോൾ പുതിയ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അതെ, ഞങ്ങളൊക്കെ ഈ നക്സൽ വർഗീസിൻ്റെ ആരാധകരാണ്, ഞങ്ങൾ സമ്മതിക്കില്ല. അപ്പം ഞാൻ പറഞ്ഞത്, എന്താ വേണ്ടത്? അത് നീ ആ റോൾ എടുത്താൽ ശരിയാവത്തില്ല. ഞാൻ പറഞ്ഞത് ശരിയാകും. ഞാൻ ചോദിക്കട്ടെ, ഇരുട്ടിൻ്റെ ആത്മാവിൽ നസീർ സാറ് എടുത്ത റോള് ആ സമയത്ത് ആരെങ്കിലും വിശ്വസിച്ചാ? എന്നിട്ട് അദ്ദേഹം എടുത്തിട്ട് ആ ഭ്രാന്തൻ എൻ്റെ റോൾ എടുത്തിട്ട് എല്ലാവരും ഗംഭീരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തില്ലേ? അതേപോലെ ഞാൻ എടുത്താൽ നന്നാവും. ഉടനെ അതിലൊരുത്തൻ പറഞ്ഞു, പൊട്ടക്കണ മാവേലിറങ്ങിയാൽ ഒരു പ്രാവശ്യം ചിലപ്പം മാങ്ങ വീഴുമായിരിക്കും എന്ന് പറഞ്ഞിട്ട്, വർഗീസിനെ വെച്ച് ഞങ്ങൾക്ക് കളിക്കാൻ പറ്റത്തില്ല. വർഗീസ് ഞങ്ങളുടെ ചങ്കിലെ ചോരയാടാ, ഞങ്ങൾ വിട്ടു തരുന്നില്ലടാ. ഷാബർ, ഇത് അതിത്തെ എന്താ ഇവന്മാർ പറയുന്നത്? ഞാൻ നേരെ പോന്നു. എന്ത് ചെയ്യും? രാവിലെ വീണ്ടും കോളേജിൽ വരുന്നു. അജിത്ത്, എല്ലാവരും ആൾ കൂടി, എല്ലാവരും എന്ന് പറഞ്ഞു, നീ ഇന്നലെ അഡ്വാൻസ് മേടിച്ച കാര്യമൊക്കെ രഹസ്യമായിട്ട് വെക്കണ്ടേ? എന്ത് വലിയ കുഴപ്പമായി? അപ്പം എന്ത്? ഇന്ന് വൈകുന്നേരം ഇവിടെ മീറ്റിങ്ങാണ് കോളേജ് ജംഗ്ഷനിൽ മീറ്റിംഗ്. ഞാൻ പറഞ്ഞു, മീറ്റിങ്ങാ? നഗരൂർ, നിനക്ക് അറിയാമോ നക്സൽ ബാരി പിന്നെ ആക്രമണം നടന്ന നഗരൂർ കേസ്? നഗരൂർ, അവിടുന്ന് പഴയ ഒരു നക്സൽ ബാരി നാണുവാശാൻ അദ്ദേഹം വരുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം ഇവിടെ ഇതാണ്. നീ വർഗീസിൻ്റെ റോൾ എടുക്കാൻ പാടില്ല. നീ അങ്ങനെ വർഗീസിൻ്റെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു രൂപം മറ്റൊരു രൂപം വെച്ചിട്ട് അണച്ചു കളയാൻ പറ്റില്ല. ഇത് ഒരു ശബ്ദമാണ്, വർഗീസിൻ്റെ ശബ്ദം എന്നും മുഴങ്ങി കേൾക്കേണ്ട ഒരു ശബ്ദമാണ്. നിൻ്റെ ഈ ഗീ 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 എന്നുള്ള സൗണ്ട് വെച്ചിട്ട് വർഗീസാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് തൊലച്ചു കളയത്തില്ലേ ഒരു പ്രസ്ഥാനത്തെ, ഒരു വിപ്ലവ പ്രസ്ഥാനത്തെ എന്നൊക്കെ പറഞ്ഞു. ഷാബർജി, ഇത് വലിയ സങ്കടമായല്ലോ. കോളേജിൽ കയറാതെ വീണ്ടും സ്കൂട്ടർ എടുത്ത് നേരെ മുഖത്തല ചെല്ലുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പം അദ്ദേഹത്തിൻ്റെ വൈഫ്, കണ്ടോ
ഞാൻ പറഞ്ഞു കണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു, രാവിലെ വന്നു, അകത്തിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു അത്യാവശ്യമായിട്ടൊന്ന് കാണണമായിരുന്നു. ഒരു താല്പര്യമില്ല എന്നെ നോക്കിയിട്ട്. വിളിക്കാം, തൊട്ടപ്പുറത്തിരിക്കുന്നു, ബീഡിയും വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ചെറിയൊരു സ്റ്റൂള് അവിടെ വെച്ചു. ഞാനിരുന്നിട്ട് ചേട്ടാ ആരാ? ഞാൻ പറഞ്ഞു ഞാൻ വർഗീസ് എന്താ വന്നത്? പറഞ്ഞു ചേട്ടാ മുകേഷാ വർഗീസാ, നീ എന്താ നീ ആരാ? ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് അമ്പലപ്പുഴ സണ്ണിയുടെ വീട്ടിൽ വെച്ചിട്ട് വർഗീസിൻ്റെ കഥ നമ്മൾ അടുത്ത മാസം 40 ദിവസം ഇങ്ങനെ സ്കൂട്ടറിനകത്തോട്ടാണ് നോക്കുന്നത് പുള്ളി ഇങ്ങനെ. ഞാൻ പറഞ്ഞു അല്ല ഒന്നും ഇല്ല, കാശൊന്നും ഇല്ലായിരുന്നു. കാശൊന്നും ഇല്ലായിരുന്നു. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പം റമ്മ് തന്നെ മേടിച്ചോണ്ട് വരാം. ശരി. അല്ലേട്ടാ ഞാൻ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാൻ വേണ്ടി വന്നെന്ന് പറഞ്ഞാൽ ഈ നാണു എന്ന് പറഞ്ഞ നാണുവാശാൻ എന്ന് പറഞ്ഞ ഒരാൾ നഗരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നിട്ട് ഇന്ന് എസങ്കോള ജംഗ്ഷനിൽ വലിയ മീറ്റിംഗും ഒക്കെ നടക്കുകയാണ്. എന്തിന്? അത് നമുക്ക് നമ്മുടെ പടത്തിനെതിരായി വെരി ഗുഡ് മൈക്ക് വെച്ച് അനൗൺസ് ചെയ്യട്ടടാ, കേരളം മുഴുക്ക കത്തട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് പടം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു പബ്ലിസിറ്റിയും ചെയ്യേണ്ട, നിറഞ്ഞ് കവിഞ്ഞ ഓഡിയൻസ് ആയിരിക്കും നമ്മളെ, ധൈര്യമായിട്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ല എന്നാലും ഇവരെല്ലാവരും കൂടെ തടയും, നിരാഹാര സത്യാഗ്രഹം, ഷൂട്ടിംഗ് നടക്കത്തില്ല. വെരി ഗുഡ്, പ്രോത്സാഹിപ്പിച്ചോളൂ. അങ്ങനെയുള്ള ഒരു ഭയങ്കരമായ മൂമെൻ്റാണ് നമ്മുടെ പടത്തിൻ്റെ പബ്ലിസിറ്റി. മുന്നോട്ട് പോയിക്കോളൂ. ഞാൻ പറഞ്ഞു ചേട്ടാ എന്നാലും ഇത്രയും ഒരു എതിർപ്പ് ഈ പ്രാരംഭഘട്ടത്തിൽ തന്നെ വരുമെന്ന് ഞാൻ ധൈര്യമായിട്ടിരി. നാണുവാശാനല്ല ആര് വന്നാലും ഒരു ചുക്കും സംഭവിക്കില്ല, പോയിക്കൊള്ളൂ. ഞാൻ നേരെ ചെന്ന് വീട്ടിൽ നിന്ന് ഫെമിന മാഗസിൻ ഉണ്ടെന്ന്, ഫെമിന മാഗസിൻ്റെ നടുക്കുന്ന് ഒരു പെൺകുട്ടിയുടെ ഒരു ജീൻസും ഒരു ടോപ്പൊക്കെ അന്ന് അതാണ് ഭയങ്കര സ്റ്റൈലായിട്ടുള്ള ഡ്രസ്സ്. ഏതോ ഒരു നാട്ടിലെ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വെട്ടി പോക്കറ്റിലിട്ടു. നേരെ അവിടെ ചെല്ലുമ്പം മ്ലാനവധന്മാർ വീട്ടിലൊന്നും പോയിട്ടില്ല, അവിടെ തന്നെ ഇരിക്കുകയാണ്. എന്താണ് ഇനി ഇവൻ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ, വർഗീസ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെന്നോട് പറഞ്ഞു എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും ഒരു സന്തോഷ വർത്താനമുണ്ട്. പോക്കറ്റിൽ നിന്ന് ഈ പെൺകുട്ടിയുടെ പടം എടുത്തിട്ട് പറഞ്ഞു ഇത് എൻ്റെ പടത്തിലെ നായികയാണ്, സുബ്രത ഘോഷ്, ബംഗാളിയാണ്, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയാവൂ, പിന്നെ ബംഗാളിയും അറിയാവൂ, മലയാളം അറിഞ്ഞൂടാ. അതുകൊണ്ട് 10 ദിവസം മുമ്പ് നീ വന്നിട്ട് സുൽത്താൻ ബത്തേരിയിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് അവിടെ താമസിച്ചിട്ട് മലയാളം പഠിപ്പിച്ചു കൊടുക്കണം, നീയാണ് അവളെ മലയാളം പഠിപ്പിച്ചു കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നിർബന്ധിച്ചിട്ട് പോയിരിക്കുകയാണ്. കണ്ടോ മയുമാരൊക്കെ ഒരു അഭിനേതാവ്, ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ എനിക്ക് അവരുടെ എക്സ്പ്രഷൻ പഠിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. കാര്യം അതൊരു പഠനശാലയായി മാറി. കാര്യം ഇങ്ങനെ ഞെട്ടുന്നതും ഇങ്ങനെ തകരുന്നതും ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഒരു ഫോട്ടോ നോക്കിയിട്ട് തകരുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പകുതി വരത്തില്ല. പക്ഷേ ഇത് കഥാപരമായിട്ട് ജീവിതപരമായിട്ട് സത്യമാണെന്ന് വിശ്വസിച്ചിട്ട് ഇവർ നോക്കിയിട്ട് ഇതാണോ നായിക? ഞാൻ പറഞ്ഞ നായിക ഇതാണ്. അകത്താളിരിപ്പുണ്ട് രാജ്യത്ത്. ഇത് പറഞ്ഞു നീ ഫോട്ടോ ഒക്കെ കാണിച്ച് എന്തിന് കൂടുതൽ ദേഷ്യപ്പെടും. ഞാൻ ചെന്ത് അകത്താളിക്ക് നാണുവാശം വന്നിട്ടുണ്ട്. നാണുവാശം പൊറോട്ട ഇറച്ചിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വൈകുന്നേരം ഇനി 2-3 മണിക്കൂറുടെ ഉള്ളൂ മീറ്റിംഗ് തുടങ്ങുകയാണ്. ഞാൻ പറഞ്ഞു എന്തിന് നിങ്ങൾ ഈ മീറ്റിംഗ് ഒക്കെ നടക്കുന്നത് എന്തിന്? ഒരുത്തൻ രക്ഷപ്പെടുന്നെങ്കിൽ നീ ഇങ്ങനെ കിടന്ന് പോലെ ഒരു വികാരമല്ലേടാ. ഇവിടെ വർഗീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താളിക്കത്തലല്ലേ, ഒരു ആന്തലല്ലേ? നീ എന്താ വിചാരിക്കുന്നത്? പിള്ളേർ കളിയാണെന്നാണ് വിചാരിക്കുന്നത്. ഞാനൊക്കെ തടഞ്ഞു നോക്കി, ഒട്ടും തടഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ പുള്ളി നാണുവശം വന്നിട്ട് നാണുവശം ഒറ്റ ഇതേ ഉള്ളൂ, ഇയാൾ നെക്സൽ ബാരി പോയിട്ട് ആരെങ്കിലും ആണോ എന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇതിനെതിരെ സംസാരിക്കാമെന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ട്. നഗരൂരാണ് ഇയാളുടെ വീടും. ഇയാൾ പറഞ്ഞു മൈക്കട്ടോ. അപ്പം മൈക്കിന് കാശില്ല. അല്ല നമ്മൾ ആ ജംഗ്ഷനിൽ നിന്ന് ഞങ്ങളെല്ലാവരും ഉണ്ട്. എന്താ ഞാൻ മരുന്ന് കച്ചവടക്കാരനാ? പോയില്ലടാ, മൈക്ക് കൊണ്ടുവന്നിട്ട് ഒരു മീറ്റിംഗ് ആയിട്ട് നടക്കണം. എന്നിട്ട് വേണം എനിക്ക് 2-3 മണിക്കൂർ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ. അപ്പം നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് മൈക്ക് സംഘടിപ്പിക്കാൻ പറ്റിയില്ല. പൊറോട്ട ഇറച്ചിയും വേസ്റ്റ്. നാണുവാശൻ ഇറങ്ങിയിട്ട് പറഞ്ഞു ഞാൻ പോവുകയാണ്, മൈക്ക് റെഡിയാകുമ്പം എന്നെ വിളി.
നഗരവഴിയുടെ അടുത്ത് തന്നെയല്ലോ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട്. അത് ഒരു പരിധി വരെ രക്ഷപ്പെട്ടു. മീറ്റിങ്ങില്ല, മനസ്സ് രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഞാൻ എൻ്റെ വർഗീസ് അടിച്ചു പോവുമോ, എൻ്റെ വർഗീസ് ഉമ്മാരെല്ലാവരും കൂടെ തുരങ്കം വെക്കുമോ. ഫുൾ നൈറ്റ് ഉറങ്ങില്ല. രാവിലെ ആയപ്പോൾ വീണ്ടും ഉള്ള പൈസ വെച്ചിട്ട് 1 ലിറ്റർ പെട്രോൾ ഒഴിച്ചിട്ട് വീണ്ടും ഞാൻ മുഖത്തലേ പോകുന്നു. മുഖത്തല ചെന്നപ്പോഴത്തേക്ക് പുള്ളിയുടെ വൈഫ് വെളിയിൽ നിൽപ്പുണ്ട്. ഇവിടെ ഇരിപ്പുണ്ട്, ചെല്ല്, ഇയാളെവിടെ എന്തിനാ ഇവിടെ വരുന്നത്? കുറച്ച് ദിവസമായിട്ട് ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. അതേ, ഞാൻ പുള്ളിയായിട്ടൊരു കാര്യം സംസാരിക്കാനാണ്. ചെല്ല്, എന്തോ ചെയ്യും. ചെന്ന് വീണ്ടും, ചേട്ടാ, ഞാൻ വർഗീസ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ പടത്തിൽ അഭിനയിക്കുവാൻ ചേട്ടൻ തിരഞ്ഞെടുത്തിരിക്കുന്ന അടുത്ത മാസം 1 മാസം 30 ദിവസം ഷൂട്ടിങ്ങിന് പോകുന്ന മുകേഷ് ഓമാധവൻ്റെ മകൻ. ഒറ്റയടിക്ക് പറഞ്ഞു. സ്കൂട്ടറിനകത്തോട്ടൊന്ന് നോക്കി. ഞാൻ പറഞ്ഞു, അതൊക്കെ നമുക്ക് റെഡിയാക്കാം, ഒരു തീരുമാനമെടുക്കണം ചേട്ടൻ. തീരുമാനമൊന്നുമില്ല, നമ്മൾ തുടങ്ങുകയാണ്. 30 ദിവസം തിരുനെല്ലിക്കാട് ആട്ടിച്ചു പൊളിക്കും, ഉയരും ഞാൻ നാടാകെ. അങ്ങനത്തെ അതിൻ്റെ അവസാന ഷോട്ട് ഞാൻ ഇന്നലെയാണ് എഴുതിയത്. കേരളം മുഴുക്കെ, ഇന്ത്യ മുഴുക്കെ ഇങ്ങനെ നക്സൽബാരിയുടെ കൊടി അതിങ്ങനെ നടക്കുന്നതിൻ്റെ അവിടെ നിൻ്റെ മുഖം ഇങ്ങനെ വന്ന് നീ മരിച്ചു കിടക്കുന്നതിൻ്റെ ആ ഭാഗം ഇങ്ങനെ ക്യാമറ ഒപ്പി വരുന്ന സ്ഥലത്താണ് പ്രിയമുള്ള വർഗീസിൻ്റെ കഥ. ഞാൻ പറഞ്ഞു, ചേട്ടാ, അടുത്ത മാസം തുടങ്ങും. നമ്മളിത് പൊളിക്കൂടാ. ഇതൊക്കെ ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പ്രദർശിപ്പിക്കും ഈ സിനിമ. വൈഫ് വരുന്നു. അല്ല, ഇയാൾ എവിടത്തെയാ? ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പട്ടത്താനം എന്ന് പറയുന്ന സ്ഥലത്ത്. പട്ടത്താനത്ത് ഞങ്ങളവിടെ താമസിച്ചിട്ടുണ്ടല്ലോ. ഞാൻ കല്യാണത്തിന് മുമ്പ് ഞങ്ങളുടെ വീട് അവിടെ ആയിരുന്നു. പട്ടത്താനത്ത് ഏത് വീട്? ഞാൻ പറഞ്ഞു, ഓമാധവൻ്റെ. മാധവൻചേട്ടൻ്റെ? ഞാൻ പറഞ്ഞു, മാധവൻചേട്ടൻ്റെ മോനാണ്. വിജയകുമാരി ചേച്ചിയുടെ. എന്തോ ഇവിടെ നടക്കുന്നത്? അല്ലേ, ഇപ്പോൾ അദ്ദേഹം ഇന്നലെ എഴുതി തീർത്ത വർഗീസിൻ്റെ കഥ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനാണ് വർഗീസായിട്ട് അഭിനയിക്കുന്നത്. ഒന്ന് നോക്കി, ഇത്രയും വീരവാദവും ഭയങ്കരമായ വികാരത്തിൻ്റെ ഒക്കെ അടിമപ്പെട്ട് പറഞ്ഞ TV ബാലകൃഷ്ണൻ സാറ് വൈഫിൻ്റെ നോട്ടം താങ്ങാനാവാതെ കുനിഞ്ഞിരിക്കുന്ന ഒരു കൊച്ചു കുട്ടിയെ പോലെ ഞാൻ നോക്കുന്നുണ്ട്. നിങ്ങൾ എന്തറിഞ്ഞിട്ട്? ഇത് നല്ല വീട്ടിലെ കൊച്ചാണ്. അവർക്ക് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരെ വിഷമാണ്. മോനെ, നീ പോ. ഇന്നലെ പോയിട്ട് കുറെ കാലമായിട്ട് എന്തെങ്കിലും ഒന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഒരു ഇച്ചിരി പൈസ കിട്ടും. എഴുതില്ല, ഫുൾ ടൈം തന്നെയാണ്. നിന്നെ പറ്റിച്ചതാണ്. വർഗീസിലൊരു മണ്ണാങ്കട്ടയില്ലത്. ആരെഴുതാൻ? ഇന്നലെ ഏതാ എഴുതി? ഇന്നലെ ഇപ്പം എണീറ്റതേ ഉള്ളൂ. 2 ദിവസമായിട്ട് കിടന്ന് ഉറക്കമല്ലയോ? അന്നോ പുള്ളി, ഞാൻ അറിയിപ്പിക്കാം കേട്ടോ, ഫിനിഷ് ചെയ്തിട്ട് ഞാൻ അറിയിപ്പിക്കാം. എല്ലാം എനിക്ക് മനസ്സിലാവുകയാണ്. അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല. കാര്യം ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വകതിരിവില്ലായ്മയും എൻ്റെ ലോകപരിചയക്കുറവുമൊക്കെയാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ചുക്ക് സംഭവിക്കില്ല. ഇതൊന്നും സംഭവിക്കില്ല എന്നാണ് പുള്ളി പറയുന്നത് എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഞാൻ പറയുന്ന, ചേച്ചി ഞാൻ ഇറങ്ങട്ടെ. ചെല്ലും മോനെ, നീ പഠിക്കാൻ നോക്ക്, എന്തെങ്കിലും ആകാൻ നോക്ക് കേട്ടോ, പഠിച്ചെന്തെങ്കിലും ആകാൻ നോക്ക്, ഇയാളൊന്നും വിശ്വസിക്കരുതേ. പുറത്തിറങ്ങുന്നു. ഞാൻ കുറച്ച് സമയം സ്കൂട്ടറിൻ്റെ അവിടെ തന്നെ എന്തെല്ലാമായിരുന്നു. ഇനി ഇങ്ങനെയൊന്നും സ്വപ്നം കാണരുത്, ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത്, തകർന്നു പോയില്ലയോ. അദ്ദേഹം ചുമ്മാ കുറച്ച് മദ്യം കിട്ടാനോ അല്ലെങ്കിൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറയാനൊരാളിനെ കിട്ടി, അത് ശിരസ ഏറ്റെടുക്കാനൊരാളിനെ കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തെയും കുറ്റം പറയുന്ന കാര്യമില്ല, അദ്ദേഹവും അങ്ങനെയുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും എന്തെങ്കിലും ഒരു സിനിമ എഴുതി സംവിധാനം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പം ഒരു പയ്യൻ വരുന്നു, ചെറുപ്പക്കാരൻ തന്നെ. എന്നോടൊന്ന് ചോദിച്ചു, ഈ TV ബാലകൃഷ്ണൻ്റെ വീട് ഏതാ? ഞാൻ പറഞ്ഞു, ഇത് തന്നെ, അവിടെ ഉണ്ട്. നടന്നപ്പോൾ പെട്ടെന്ന് എനിക്ക്, ഞാൻ പറഞ്ഞു, ഹലോ, എന്താ വല്ല നാടക ട്രൂപ്പിൻ്റെയോ വല്ല എന്താണ്? ഇല്ല, അദ്ദേഹം ഈ വർഗീസിൻ്റെ കഥ എന്ന് പറഞ്ഞിട്ട് സിനിമ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് എനിക്ക് മെയിൻ റോള് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഞാൻ കുറച്ച് ദൂരെ നിന്ന് വരിക, അവിടെ വെച്ച് നമ്മൾ കണ്ടപ്പോൾ പറഞ്ഞാണ്. അപ്പം അങ്ങോട്ട് ചെല്ലുകയാണ്. ഇതൊക്കെ ഈ സെൻസർ കിട്ടുമോ? അവിടം വരെ അവൻ ചിന്തിച്ച് കളഞ്ഞു. ഈ സെൻസർ കിട്ടുമോ? ഈ വിപ്ലവകാരിയുടെ അല്ലയോ, നെക്സലിസം അല്ലയോ? അപ്പോൾ അതിനെയൊക്കെ പ്രകീർത്തിച്ചുകൊണ്ടും അതിനെയൊക്കെ ഫേവർ ചെയ്തുകൊണ്ടൊക്കെ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ
TV ബാലകൃഷ്ണൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു, സെൻസറല്ല, ഏത് ഗവൺമെൻറ് വന്നാലും ഒരു ചുക്ക് സംഭവിക്കില്ല. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.